ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിരിയാണിയുടെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി റൈസ് വേവിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് സ്പൈസി ഉള്ള ബിരിയാണിയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണി ഞങ്ങൾ പിള്ളേഴ്സും ഞാനും കൂടിയിട്ട് കഴിച്ചു അവസാനിച്ചു. പിന്നെ രാത്രിക്ക് വേറെ ആക്കുക ചെയ്തത് ഫുഡ്. അപ്പോൾ ഉച്ചക്കലത്തെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ചേട്ടനാണ് ബീഫ് ബിരിയാണി കഴിച്ചത്. അപ്പോൾ ആൾ അധികം കഴിക്കില്ല, ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ട് അങ്ങ് വെച്ചു. രാത്രി അങ്ങനെ കൊടുക്കാൻ പിന്നെ എടുത്തില്ല. അപ്പോൾ പിന്നെ കളയാനായിട്ട് കേടായിട്ടില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് രാത്രി എന്നാൽ ഇങ്ങനെ കഴിക്കാം, കുറച്ച് ചോറ് വെച്ച് മിക്സ് ചെയ്താൽ സെറ്റ് ആവുമല്ലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ പൊതുവേ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. കാര്യം ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും വന്ന് കഴിക്കാൻ പറ്റുമോ ചെയ്യുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിയും വറുത്തെടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ സവോള ഒന്ന് വറുത്ത് ഇടണമെന്നുണ്ടെങ്കിൽ വറുത്ത് കോരാട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്ക് ആർഭാടമൊന്നും ആക്കുന്നില്ല. അപ്പോൾ അതേ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അതേ അടുത്ത ടിപ്പായിട്ട് കോരി മാറ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരല്പം കൂടി നെയ്യ് ഒഴിക്കാം, അല്ലെങ്കിൽ ഇത്ര തന്നെ മതിയെങ്കിൽ ഇത്ര മതി. അതല്ലെങ്കിൽ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അത് നെയ്യ് വേണ്ടെന്നാണെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നെയ്യ് ഇട്ടിട്ട് നമുക്ക് പച്ച മസാലകളുണ്ടല്ലോ, കറിവേപ്പില, കരയാമ്പൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഏലക്ക, അങ്ങനെ ബേ ലീഫ്, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ വെള്ളുള്ളിയും ഒന്നോ രണ്ടോ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാനപ്പോൾ അത് ചേർത്തിട്ടില്ല, പിള്ളേരൊക്കെ മാറ്റി വയ്ക്കും, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് കഴുകി വെച്ച് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വറുത്ത് തന്നെ വരണം. അതല്ലെങ്കിൽ ഓവറായി കുക്കായി പോവും, ആകെ ഒരു കുഴഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഇളക്കി നല്ലോണം വറ്റിയിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തണം. അതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഫുള്ള് പോകണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ 3/4 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ടത്. ആദ്യം ഒരു 1/2 ഗ്ലാസ് ഇട്ടുള്ളൂ. കാര്യം ചോറ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു സ്പൈസ് ലെവൽ അങ്ങനെ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു കുറേശ്ശെ ചോറ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓൾറെഡി എല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ടാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാലോ വെച്ചിട്ട് ഞാൻ എപ്പോഴും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. നമ്മളെപ്പോഴും വീട്ടിലിങ്ങനെ തന്നെയാണല്ലേ. നമ്മളിത്തിരി ഭക്ഷണമൊക്കെ എന്തെങ്കിലും കുറവ് വരിക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും തട്ടിക്കൂട്ട് കാര്യങ്ങൾ ചെയ്ത് അത് മാക്സിമം എലാബറേറ്റ് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനെ എത്തിക്കുക, അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചെയ്യാറ്, പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾ. അപ്പോൾ അതിലേക്കൊരു സൂത്രപ്പടി കൂടി. അപ്പോൾ അതേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചൂടുവെള്ളമോ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പച്ചവെള്ളം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് ഒരല്പം പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നണം, ഇച്ചിരി കൂടുതൽ പോലെ. അപ്പം അങ്ങനെയാണെങ്കിലാണ് ഈ ചോറിന് നല്ല ഫിറ്റായിട്ട് വരിക കേട്ടോ, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത്തിരി ഓയിലി കണ്ടൻറ്റ് വേണം നെയ്യിൻ്റെ, എന്നാലാണ് പറ്റി പിടിക്കാണ്ടും ഒക്കെ കിട്ടും. നമ്മൾ കണ്ടിട്ടില്ലേ ബിരിയാണി പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കയ്യുമ്മൊന്നും പറ്റി പിടിക്കില്ല, പക്ഷെ നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ വെള്ളം ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്, പക്ഷെ ഇത്ര പോരാ. വേവ് കറക്റ്റാണോ എന്ന് നോക്കണം. കറക്റ്റാണെങ്കിൽ തീയൊന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കോളും. അതല്ലെങ്കിൽ ഇങ്ങനെ മൂടി വയ്ക്കുക. പോരെങ്കിൽ കുറച്ചും കൂടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ എന്നിട്ട് മൂടി വെച്ചാൽ അങ്ങനെ മതിയാവും.
എന്നിട്ട് ഇതേ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊത്തി വയ്ക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിലത്തെ വെള്ളം എല്ലാ ഭാഗത്തേക്കും സെറ്റായിട്ടൊന്ന് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇത് ഇത്രയാണ് ആകെ ബാക്കിയുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ചോറ് കൂടിപ്പോയല്ലോ ഒന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു കേട്ടോ, ഇത് തുറക്കുമ്പോഴാണെങ്കിൽ നല്ല സ്മെല്ലും. അപ്പോൾ ഇനിയിപ്പോൾ കോളായി പോകാൻ വിചാരിച്ചു. പിന്നെ കുറച്ചായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറ് അവിടെ ഇരിക്കും, വേറെ അങ്ങനെ സെറ്റാവും, ചിലവാവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റി വെച്ചില്ല. കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇളക്കുവാണെങ്കിൽ കുറച്ചുകൂടി സെറ്റ് അങ്ങനെ മാനേജ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാം ഇട്ടതിന് ശേഷം ഓരോ ഭാഗം കുത്തിയിളക്കി നിന്നു. പക്ഷേ എല്ലായിടത്തേക്കും നന്നായിട്ടുണ്ട്. അങ്ങനെയാണ് ആയത്. ഇത് ഒന്നുകിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇളക്കാം, അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെവ്വനോട് കൂടി മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആവി കയറിനോട് കൂടിയിട്ട് അങ്ങോട്ട് ആവി കയറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ അതിനുള്ള ക്ഷമയില്ലേ, ഭക്ഷണത്തിൻ്റെ നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ അതേ ഇങ്ങനെ അപ്പോഴാണ് ഞാൻ വറുത്ത് വെച്ചതൊന്നും ഇട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചതിട്ട് ഇവിടെ പിള്ളേർക്ക് നട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതേ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രേവി നല്ല രസമായിരുന്നു. ഞാൻ കൊണ്ടുവന്ന സമയത്തൊന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ബീഫിൻ്റെ, പക്ഷെ എനിക്കെന്തോ നല്ല എരിവാണോ എന്ന് തോന്നിപ്പോയി. വെച്ച് കഴിഞ്ഞാൽ ബീഫിനൊക്കെ നല്ല എരിവുണ്ടെങ്കിലാണല്ലോ ടേസ്റ്റും. പക്ഷെ ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാം പാകത്തിനാവുകയും ചെയ്തു. കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു. മറ്റേത് കുട്ടികളൊന്നും കഴിച്ചില്ലേ, കുട്ടികളൊക്കെ ചിക്കൻ വരുന്നു. അപ്പോൾ അതിങ്ങനെ ആയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നിങ്ങനെ പൊത്തി വയ്ക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ ഫുള്ളായിട്ട് ഒന്ന് ആവി കയറും. അപ്പോൾ നല്ല രുചി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വീട്ടിലും ചെയ്യണതൊക്കെ ആയിരിക്കും, പക്ഷേ എങ്ങാനും എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റമോ ഒക്കെ ഉണ്ടെങ്കിലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ദമ്മ് പൊട്ടിക്കുകയാണ്, തട്ടിക്കൂട്ട് ദമ്മ്. അപ്പോൾ അതേ തുറന്നിട്ടിങ്ങനെ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ വിളമ്പാം കേട്ടോ. ഇതിൽ വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ എനിക്കുള്ള ചോറെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ അമ്മയും മക്കളും ഒരേ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് വാരി കൊടുക്കലാണ് ചെയ്യുക. അതിൽ നിന്ന് പിള്ളേർ തന്നെ വാരി വേറെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവുക, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്. ശരിക്കും ഒറ്റയ്ക്ക് കൊടുക്കണം ഏറ്റവും നല്ലത്, അവർക്ക് പഠിക്കാനും ഒക്കെ. പക്ഷേ ഇവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ ഏറാവും. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രഗിൾ നോക്കാറില്ല. ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടമായി ഏറ്റവും അവസാനം സ്വന്തം കഴിപ്പായിട്ടോ. അപ്പോൾ ഇത് കൊടുക്കണമെന്നില്ല, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാവില്ലേ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.